ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. തലശ്ശേരി ദം ബിരിയാണി വയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇരുമ്പിച്ചട്ടി വെച്ചിട്ടുണ്ട്, വെണ്ണ ചൂടായി. ഇനി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നല്ലോണം മൂത്ത് വരട്ടെ. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതിന് കോരി മാറ്റി വയ്ക്കാം. ഇനി ക്യാബേജ് ഇടുന്നുണ്ട്. ക്യാബേജ് ഇനി ഫ്രൈ ആക്കി എടുക്കാം. അടുത്തത് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അത് ഇനി നമുക്ക് അര വേവാക്കി ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചിക്കൻ കോരി മാറ്റുന്നുണ്ട്. ഇനി ഇരിക്കുന്നതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ഒരു 4-5 വെള്ളം കഴുകി എടുത്ത് നമുക്ക് ഊറ്റി വയ്ക്കാം. ഇനി ചോറ് റെഡിയാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ നെയ്യ് വീത്തിയിട്ട് ഇനി നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന അരി ഇതിലോട്ടിട്ട് വറുത്ത് കൊടുക്കുക. നെയ്യിൽ നല്ലതുപോലെ കിടന്ന് ഒരു 10 മിനിറ്റെങ്കിലും ഇട്ട് വറുത്ത് മാറ്റി വയ്ക്കണം. പത്ത് മിനിറ്റോളം ഞാൻ അരി വറുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അളവിന്, ഞാൻ ഈ ചരുവത്തിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ അതിലോട്ട് അളവിനുള്ള വെള്ളം 2 പാത്രം, എത്ര അരിയാണോ അതിന് എടുത്തിട്ട്, അരി എത്രയാണോ ഉള്ളത് അതിനുള്ള വെള്ളം നമുക്ക് അളന്ന് വീത്തി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ അടച്ച് വയ്ക്കാം, ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൽ 2 സൈസ് പച്ചമുളക് ഞാൻ അരച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമായ ഉണ്ടമുളക് കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടി, ഗ്രാമ്പു പട്ട എല്ലാം ഉണ്ട്. പിന്നെ അതിൽ പുതിനയില, മല്ലിയില, ഉള്ളി, അണ്ടിപ്പരിപ്പ് എല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കോസ് ഞാൻ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ചിക്കൻ ഇതിലിടാനായിട്ട് എല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പാൻ വെച്ച് കൊടുക്കുക, കറി വയ്ക്കാനുള്ള പാൻ വെച്ച് കൊടുക്കുക. വെച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിൽ പച്ചമുളകും ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ മണം ഒന്ന് സ്മെല്ലൊന്ന് പോയി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. പട്ടയും പിന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം.
വാടി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മണം നല്ലതുപോലെ മാറി വരട്ടെ. വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയും തക്കാളിയും പിന്നെ കുറച്ച് അരച്ച് വെച്ചിട്ടുള്ളതിന് മുളകും എല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് വേറെ വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ വേവിച്ച് നല്ലതുപോലെ വാട്ടിയെടുത്തതായിരുന്നു. കുറച്ച് എണ്ണയും കൂടെ വീത്തി അതിൽ വാട്ടിയെടുത്തത്. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി മൂപ്പിച്ച് വെച്ചേക്കുന്ന സവാള നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല അതിൻ്റെ കൂടെ കുരുമുളകും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിൽ ചേർക്കുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൈര്. തൈര് ആവശ്യത്തിനുള്ള ഒരു കപ്പ്, ചെറിയൊരു കപ്പിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പോൾ വീത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിൽ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് വീത്തി കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. സവാള മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള മൂപ്പിച്ചതാണ് ഇതിൻ്റെ ഈ തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇതിൽ വേണ്ടിയത്. അപ്പോൾ നമ്മൾ 1.5 കിലോ അരിക്കാണെങ്കിൽ നമ്മളൊരു 7 വലുതാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 7-8 ഉള്ളിയെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും. എന്നാലേ അത് വറുത്ത് വരപ്പോഴത്തേക്ക് കുറച്ചല്ലേ കാണത്തുള്ളൂ. ഇനി പകുതി വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ഒരു 10 മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഇനി പപ്പടം വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി സലാഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സവാള, പച്ചമുളക്, തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വിനാഗിരിയും ഇച്ചിരി അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് വിനാഗിരിയും വീത്തി അതെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ തലശ്ശേരി ബിരിയാണി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ദം ചെയ്യാനായിട്ട് പോവുകയാണ്.
അപ്പോൾ സ്വാദിഷ്ടമായ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടെ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. നിങ്ങളും ഇതുപോലെ വീട്ടിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കണം. തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കാൻ പോവുകയാണ്. നിങ്ങളും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.